വ്യക്തിബന്ധങ്ങളെ അടിസ്ഥാനമാക്കി പലരും വായ്പകൾക്ക് ജാമ്യം നിൽക്കാറുണ്ട്. അതിൽ തെറ്റുണ്ടെന്ന് പറയാനും കഴിയില്ല. പലപ്പോഴും ഇത്തരത്തിൽ ജാമ്യം നിൽക്കുന്നത് മറ്റൊരാൾക്ക് വലിയ സഹായമായിരിക്കും. പക്ഷേ ഇത്തരത്തിൽ ജാമ്യം നിൽക്കുന്നതിന് ഒരു മറുവശം കൂടി നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യയിൽ നിങ്ങൾ ഒരു ലോണിന് ജാമ്യം നിൽക്കുകയാണെങ്കിൽ നേരിടേണ്ടി വരുന്ന ചില റിസ്കുകളുണ്ട്. അതിൽ ആദ്യത്തേത് കടബാധ്യതയുടെ ഉത്തരവാദിത്തമാണ്. വായ്പ എടുത്ത വ്യക്തി അത് തിരിച്ചടച്ചില്ലെങ്കിൽ ജാമ്യം നിൽക്കുന്നയാൾക്കാണ് ആ ലോൺ തിരിച്ചടയ്ക്കാനുള്ള ഉത്തരവാദിത്തം ഉണ്ടാവുക. ഇത്തരത്തിൽ തിരിച്ചടവ് മുടങ്ങിയാൽ ധനകാര്യ സ്ഥാപനം നിങ്ങളെ വായ്പ തിരിച്ചടവിന് നിർബന്ധിക്കും. ഇത് അനാവശ്യ സാമ്പത്തിക സമ്മർദ്ദത്തിനായിരിക്കും വഴിതെളിക്കുന്നത്. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 വകുപ്പ് 126, 128, 33, 139 എന്നിവയടക്കം ഇത്തരത്തിൽ വായ്പാ തിരിച്ചടവ് മുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നതാണ്. വകുപ്പ് 318 2023 നിലവിൽ വന്ന ഭാരതീയ ന്യായ സംഹിത പ്രകാരം ഇത് വഞ്ചനാ കുറ്റവും പരിഗണിക്കപ്പെടുകയും ചെയ്യും. ഈ കാരണങ്ങൾ കൊണ്ട് ജാമ്യം നിൽക്കുന്നതിന് മുമ്പ് വായ്പ എടുക്കുന്ന വ്യക്തിയുടെ തിരിച്ചടവ് ശേഷി മനസ്സിലാക്കുകയും അതുപോലെ ആവശ്യമെങ്കിൽ ഒരു നിയമവിദഗ്ധന്റെ അഭിപ്രായം തേടുകയും ചെയ്ത ശേഷം തീരുമാനമെടുക്കുക. രണ്ടാമതായി ക്രെഡിറ്റ് സ്കോറിലുള്ള സ്വാധീനമാണ്. വായ്പ എടുത്തയാൾ തിരിച്ചടവ് മുടക്കുകയാണെങ്കിൽ അത് ജാമ്യം നിന്ന വ്യക്തിയുടെ ക്രെഡിറ്റ് റിപ്പോർട്ടിനെ ദോഷകരമായിട്ടായിരിക്കും കൂടുതലും ബാധിക്കുന്നത്. ഇത് ഭാവിയിൽ ഒരു ലോൺ എടുക്കേണ്ടി വന്നാൽ അത് അനുവദിക്കപ്പെടുന്നതിന് തടസ്സമായി മാറുകയും ചെയ്യും. അനുവദിക്കപ്പെട്ടാൽ പോലും വലിയ പലിശയും നൽകേണ്ടി വരും. താമസിച്ചുള്ള പേയ്മെന്റുകൾ ക്രെഡിറ്റ് ചരിത്രത്തിൽ റെക്കോർഡ് ചെയ്യപ്പെടും. മൂന്നാമതായി വർദ്ധിക്കുന്ന സാമ്പത്തിക ബാധ്യതയാണുള്ളത്. വായ്പ എടുത്തയാൾ തിരിച്ചടവ് മുടക്കിയാൽ ജാമ്യം നിന്ന വ്യക്തിക്കാണ് ലോൺ തുക തിരിച്ചടയ്ക്കാനുള്ള സാധ്യത കൂടുതലും നിലനിൽക്കുന്നത്. പലിശ, പിഴത്തുക, പ്രോസസ്സിംഗ് ഫീസ്, മറ്റു വിധത്തിലുള്ള ചാർജുകൾ തുടങ്ങിയവയെല്ലാം ജാമ്യക്കാരൻ നൽകേണ്ടതായിട്ടും വരും. ഇതെല്ലാം ജാമ്യം നിന്ന വ്യക്തിയുടെ സാമ്പത്തികം തകിടം മറിക്കാൻ കഴിവുള്ളവയാണ്. അടുത്തതായി നിയമപരമായ സങ്കീർണതകളാണ്. ലോൺ തിരിച്ചടവ് ജാമ്യം നിന്ന വ്യക്തി മുടക്കിയാൽ ധനകാര്യ സ്ഥാപനം നിയമപരമായ നടപടികളിലേക്കായിരിക്കും കൂടുതലും കടക്കുക. ജാമ്യക്കാരന്റെ വസ്തുവകകൾ, സ്വർണം, വെള്ളി അടക്കമുള്ള ആസ്തികൾ പിടിച്ചെടുക്കാൻ നിയമപരമായി ധനകാര്യ സ്ഥാപനങ്ങൾക്ക് അധികാരവുമുണ്ട്. കേസ് കോടതിയിലെത്താനും ലീഗൽ ഫീസുകൾ നൽകേണ്ടി വരാനുള്ള സാധ്യതകളും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇത് അനാവശ്യ സങ്കീർണതകളായിരിക്കും സൃഷ്ടിക്കുക. പണച്ചെലവ്, സമയോർജ്ജ നഷ്ടങ്ങൾക്കും ഇവ കാരണമാകുന്നുണ്ട്. കൂടാതെ ജാമ്യ വ്യവസ്ഥയിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള ബുദ്ധിമുട്ട്, ഒരിക്കൽ വായ്പയിൽ നിങ്ങൾ ജാമ്യം നിന്നാൽ അതിൽ നിന്ന് പുറത്തിറങ്ങാൻ ബുദ്ധിമുട്ടേറിയ കാര്യവുമായിരിക്കും. മറ്റൊരു ജാമ്യക്കാരനെ നൽകുകയോ ആവശ്യമായ ഈട് നൽകുകയോ ചെയ്യാതെ ജാമ്യ വ്യവസ്ഥയിൽ നിന്ന് ഒഴിവാക്കുക എന്നത് ഒരിക്കലും സാധ്യമല്ല. ഇക്കാരണങ്ങളാൽ ഒരു ജാമ്യത്തിന് നിൽക്കുന്നതിന് മുമ്പ് വ്യവസ്ഥകളും മാനദണ്ഡങ്ങളും കൃത്യമായി മനസ്സിലാക്കേണ്ടത് വളരെയധികം ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്.